കുറച്ച് നാൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ഖാനിയൻ യുവതാരം ക്വാമി പെപ്പറയുടെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. പുള്ളിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രാരംഭഘട്ട ചർച്ചകളൊക്കെ നടന്നെങ്കിൽ പോലും അതെങ്ങും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി ക്വാമി പെപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയേക്കും എന്ന തരത്തിലാണ് അറിയാൻ കഴിയുന്നത്. പുള്ളിയുടെ ഏജന്റ് അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾക്കൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങി കൊടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പോയാലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന ശേഷം ക്വാമി പെപ്പർ എന്ന താരം ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. പുള്ളിയുടെ ഫിനിഷിംഗ് എബിലിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ കുറേ അധികം ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അതിന്റെ ഗുണം നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കുറച്ച് ഗോളുകൾ ക്വാമി പെപ്പർ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിന് ഒരു ഇമ്മൻസ് ക്വാളിറ്റിയും ടാലന്റും ഒന്നും ഉള്ളതായിട്ട് നമ്മൾ അവകാശപ്പെടാനും നിൽക്കുന്നില്ല. അപ്പം ക്വാമി പെപ്പറെ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ഒരു ഫീഡർ ക്ലബ്ബായി കാണുന്നതിലേക്ക് നയിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ചിലപ്പോൾ ക്വാമി പെപ്പർ ഏതെങ്കിലും ഒരു ISL ക്ലബ്ബ് തന്നെ എടുത്ത് നന്നായിട്ട് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപക്ഷെ പെപ്പറെ പോയി കഴിഞ്ഞാൽ പെപ്പറെക്കാട്ടി നല്ലൊരു വിദേശ താരം വന്നേക്കാം എന്നൊരു പോസിറ്റീവ് സൈഡും കൂടിയുണ്ട്. അപ്പം ഇതിനെ ഒരു വിമർശിക്കേണ്ട നീക്കമായിട്ടാണോ അല്ലെങ്കിൽ അഭിനന്ദിക്കേണ്ട നീക്കമായിട്ടാണോ എടുക്കേണ്ടത് എന്നും അറിയില്ല. ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടെ ക്വാമി പെപ്പറെ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും. മേ ബി മറ്റേതെങ്കിലും ISL ക്ലബ്ബുകൾ താരത്തിനെ എടുത്തു കഴിഞ്ഞാൽ വി ആർ അഗെയിൻ ഒരു ഫീഡർ ക്ലബ്ബ് എന്ന നിലയിൽ അറിയപ്പെടും.